നമസ്കാരം. അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സ് അണ്ടർ GST. ഇതിനകത്ത് വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സിനെയാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ബിസിനസ്സുകാർ പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ചലഞ്ചാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ അണ്ടർ GST. ഇതിനകത്ത് വരുന്ന പല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ആ ഓരോ ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആക്ച്വലി ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ ബ്രാഞ്ച്, വെയർഹൗസ് ഓർ യൂണിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ മറ്റൊരു യൂണിറ്റോ അല്ലെങ്കിൽ വെയർഹൗസോ മറ്റൊരു ബ്രാഞ്ചോ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നെടുത്ത് ഒരു ബ്രാഞ്ചിൽ നിന്നെടുത്ത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ടാക്സബിൾ ഈവൻറ്റ് കടന്നു വരുന്നതെന്ന് നോക്കാം. ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്കോ, ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്കോ, ഒരു വെയർഹൗസിൽ നിന്ന് മറ്റൊരു വെയർഹൗസിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദർ ഈസ് നോ ആക്ച്വൽ സെയിൽസ് ഇൻ ദിസ് കേസ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ടാക്സബിൾ ഈവൻറ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. GST ഇംപ്ലിക്കേഷൻസ് വരുന്ന ഒന്ന് ഇൻട്രാസ്റ്റേറ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സ്. അതായത് നമ്മുടെ കേരളത്തിന് ഉള്ളിൽ തന്നെ ഒരു സ്ഥാപനത്തിന് ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വെയർഹൗസ് ഉണ്ട് എന്ന് വിചാരിക്കുക. GST നമ്പറിന് മാറ്റമില്ല, സെയിം GST നമ്പർ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ GST അടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സബിൾ ഈവൻറ്റ് ഉണ്ടാകുന്നില്ല. അടുത്തത് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ തന്നെ, ഇപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥാപനം ഉള്ള ഒരു ട്രേഡർ, ആ ട്രേഡർക്ക് മറ്റൊരു യൂണിറ്റും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ രണ്ട് സ്ഥാപനങ്ങൾക്ക് രണ്ട് GST നമ്പറാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ GST അടയ്ക്കേണ്ടതായി വരുന്നു. ചുരുക്കി പറഞ്ഞാൽ CGST SGST ബാധകമാകുന്നു. അതൊരു സെയിലായിട്ട് കൺസിഡർ ചെയ്യുന്നു. സപ്ലൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് രണ്ട് സ്റ്റേറ്റുകളിലായിട്ടാണ് ബിസിനസ് യൂണിറ്റുകളുള്ളത്, അല്ലെങ്കിൽ ബ്രാഞ്ചുകളുള്ളത്, അല്ലെങ്കിൽ വെയർഹൗസ് ഉള്ളത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന GST ഇംപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കാം. ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫേഴ്സിനകത്ത് വരുന്ന ഫസ്റ്റ് പോയിൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. അതായത് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ചേഞ്ച് ആകുന്നില്ല. ഒരാളുടെ തന്നെ യൂണിറ്റ് രണ്ട് സ്റ്റേറ്റുകളിലായിട്ട് നിലനിൽക്കുന്നു. ഇവിടെ നിന്ന് എടുത്തു ഒരു സ്റ്റേറ്റിൽ നിന്ന് എടുത്ത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. GST അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. IGST ആണ് അവിടെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ട്രാൻസ്ഫേഴ്സ്. എങ്ങനെയാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് സപ്ലൈ ഈസ് ഈക്വൽ ടു ട്രാൻസാക്ഷൻ വാല്യൂ, പ്രൈസ് പെയ്ഡ് ഓർ പേയബിൾ. എന്തൊക്കെ ഡോക്യുമെൻറ്റേഷനാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സ്റ്റോക്ക് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട്? ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെല്ലാൻ. നെക്സ്റ്റ് ഇ-വേ ബിൽ, കൺസൈൻമെൻറ്റ് എക്സീഡ് ₹50,000. അങ്ങനെയാണെങ്കിൽ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്ത് ഇരിക്കണം. സ്റ്റോക്ക് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഇ-വേ ബില്ലും നമ്മൾ ഡോക്യുമെൻ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. അത് സ്റ്റേറ്റിന് പുറത്തായാലും അകത്തായാലും ഈ ഒരു റൂള് ബാധകമാണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ സ്റ്റേറ്റിലെ യൂണിറ്റിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽഡ് ആണ്. സ്റ്റോക്ക് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനലിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ ഓൺലൈൻ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് ടാലി പഠിക്കാം. അതുപോലെ GST ഇൻകം ടാക്സിൻ്റെ ക്ലാസ്സും ലഭിക്കുന്നതാണ്.